ആ മുഴം കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞ, എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നേ കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തീരെ വയ്യ, എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലയൊന്നും നേരെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഹെയർ കട്ട് ഞാൻ ചെയ്തു. ഞാൻ അതിനൊരു റീൽ ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. പല ആൾക്കാരും അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാനത് ഇടാൻ വെച്ചേക്കുമായിരുന്നു. റീൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് റീൽസ്. അങ്ങനെ ചെയ്ത റീലാണ്. എങ്കിൽ പോലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഉറക്കമില്ല, ചില സമയം ഓർമ്മ കിട്ടത്തില്ല. ആ മുഴം കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്ത്. ഞാനന്ന് പറഞ്ഞില്ലേ, വീണ്ടും കുറ്റപ്പെടുത്താണ് ഇവിടെ വന്നത്. ആ പെൺകുട്ടികളുടെ കണ്ണ് നിറയുവാണ്. ഞാനിപ്പോ ഒന്നും ശ്രദ്ധിച്ചില്ല. കിതപ്പൻ ഇവിടെ വന്നിപ്പുണ്ട്, ബ്യാമുണ്ട്. കിതപ്പൻ കണ്ണുനീരിനെ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഞാൻ നോക്കിയപ്പോ ഞാനപ്പം പറഞ്ഞ അമ്മയ്ക്കൊന്നുമില്ല. അതേ സംസാരിക്കാൻ പറ്റും, ഛർദിക്കുന്നു. അമ്മയ്ക്കൊന്നുമില്ല, അമ്മ തിരിച്ചു വരും. പ്രതപ്പം പറഞ്ഞ പഴയ ഒരു ഫോട്ടോ കാണിച്ചു തന്നെ എനിക്ക്, മുടിയുള്ള ഫോട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ വന്നാ മതി. ഈ അമ്മയല്ല, പഴയ അമ്മയായിട്ട് അമ്മ വരണം. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം എന്റെ മോനത് പറഞ്ഞപ്പോ ചേച്ചിയുടെ മൂത്ത മോള് ചേച്ചി, അതിന് അമ്മയുടെ മോനല്ലല്ലോ, അമ്മയുടെ അനിയത്തിയല്ലേ. അവള് പറഞ്ഞു, നിന്നേക്കാൾ മുന്നേ കണ്ട ഞാൻ അവളെയാ, അവളെന്റെ മോനാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒട്ടും വയ്യ, ശ്വാസം മുട്ടല. ഒരു രാവെളുപ്പോളം ഉറങ്ങാതിരിക്കും എന്നെ നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നഴ്സുമാരോട്. മെഡിക്കൽ കോളേജിൽ പിക്ക് ലൈൻ ഇട്ട അശ്വിൻ പത്മനാഭ സാറിന്റെ കീഴിലുള്ള വലിയൊരു റേഡിയോളജി വിഭാഗം, ഇന്ത്യയിലെ തന്നെ